എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണ്. കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഇന്ന് ഞാൻ നോക്കിത്തരാം. ഓക്കെ, നിങ്ങളിത് കാണുന്ന നിമിഷം അവരുടെ ഫീലിങ്സ് നിങ്ങളെ പ്രതി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പെട്ടെന്ന് നോക്കി, ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക. പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ കാണുക. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഉള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് ഒന്ന് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് അവരെ പ്രതി എന്താണ് എന്ന് കാണിച്ചു തരൂ. വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരും. മൈക്ക് ഇതുവരെ ശരിയായിട്ടില്ല, ക്ഷമിക്കുക കേട്ടോ. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. എംപറർ, ഹാങ്ഡ് മാൻ, 3 of Pentacles, Page of Cups, Tower, Temperance, 3 of Swords, 6 of Wands and Queen of Cups. ബേസിക്കലി അവർ കൂടുതലായിട്ട് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇമോഷൻസ് എന്തോ ആയിരിക്കാം. നിങ്ങളുടെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളെ പറ്റി ഓർക്കുന്നതും ആയിരിക്കാം. ഓക്കെ, ഒന്ന് ക്യാമറ ഇച്ചിരി ബാക്കിലേക്ക് വെക്കാം, എന്നാലേ നമുക്ക് കാർഡ്സ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലർ കുറച്ച് ഈഗോ ഇസ്റ്റൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സോറിയൊക്കെ പറയാൻ വളരെ പ്രയാസമാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കാർഡ്സ് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ സാധിക്കും. ചിലർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൊക്കെ ആയിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സ്ഥലത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയോ മെസ്സേജസിന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ. ടെമ്പറൻസ് വെച്ചിട്ട് അവർ നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ എത്താൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. 3 of Swords വെച്ചിട്ട് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. 6 of Wands വെച്ചിട്ട് ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ക്ലാരിഫൈ ചെയ്തിട്ട് ഫീലിങ്സ് പറയാം. Clarify the Emperor Divine. What is my viewer's person feeling for them right now? What is my viewer's person feeling for them right now? Please guide me. Clarify the Emperor. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ചെറിയ വഴക്കൊക്കെ ഇട്ടിട്ട് ഇവർ ഇരിക്കുകയാണെങ്കിൽ ഇവർ ഹാപ്പി ഒന്നും അല്ല. ഇവരുടെ ഫീലിങ്ങിൽ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. കാരണം എംപ്രസ് കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. ഏരീസ് മേട രാശിക്കാർ, ടോറസ് ഇടവ രാശിക്കാർ. ലാസ്റ്റിൽ എല്ലാത്തിൻ്റെ ലാസ്റ്റിൽ 4 ഗ്രൂപ്പുകാരുടെയും, അതായത് പെൻറ്റക്കിൾസിൻ്റെയും വോൺസിൻ്റെയും സ്വോർഡ്സിൻ്റെയും എല്ലാം ഞാൻ ഒന്നിച്ച് പറയാം. ഓക്കെ, മേജർ അർക്കാന കാർഡ്സ് മാത്രം ഞാനിപ്പോൾ പറഞ്ഞു പോകാം. ഇവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഹൈലി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ അയക്കണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ. ഓക്കെ, എന്നാൽ ഒരു ഈഗോ മൂലം ഇവർ ബലം പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ബട്ട് അവരുടെ ഫീലിങ്സ് സ്നേഹം തന്നെയാണ്. നിങ്ങളെ പ്രതി റെസ്പെക്റ്റും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു പൊസിഷനിൽ ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ് ഇവർ. ഓക്കെ, നിങ്ങളെ കാണാനും നല്ല ഒരാളായിരിക്കണം. നിങ്ങളുടെ കെയർ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആക്ച്വലി എംപറർ ഇത് ആണായാലും പെണ്ണായാലും നിങ്ങൾ ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നവരാണ് കേട്ടോ. കാരണം എംപറർ എന്ന് പറയുന്ന എനർജി റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് എടുക്കുന്ന ഒരാളാണ്. അതായത് നിങ്ങളെ പ്രതി അവർ ഹൈലി റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഫീലിംഗ് ആണ് അവർക്ക് കേട്ടോ. പ്രൊട്ടക്റ്റീവായിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. ചെറിയ ഒരു ഈഗോ പ്രശ്നം ഉണ്ട് താനും. നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ഇവർ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ക്ലാരിഫൈ ദി ഹാങ്ഡ് മാൻ. ക്ലാരിഫൈ ദി ഹാങ്ഡ് മാൻ. പൈസസ് മീന രാശിക്കാർ. 7 of Pentacles and
ടു ഓഫ് കപ്സ്. ഓക്കെ, ജോലി സംബന്ധമായിട്ട് ആണ് ഇവർ സ്റ്റക്കായിരിക്കുന്നത്. കാരണം ജോലി സംബന്ധമായിട്ട് ഇവർ മിക്കവാറും നിങ്ങളെ വിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും. ഇപ്പോൾ അവിടെ ഇരുന്ന് ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റക്നെസ് ജോലിപരമായിട്ടാണ്, ഇമോഷണലി അല്ല. അവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. എന്തിനാണ്? റീയൂണിയന് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണണം എന്നവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുന്നത്. അവിടെ ഒരുപാട് സ്നേഹം തന്നെയാണ് കാണുന്നത്. മിസ്സിങ് എനർജിയാണ് അവിടെയും കാണുന്നത്. മേജർ ഫീലിങ്സ് ഇന്ന് മിസ്സിങ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഇവരെവിടെയെങ്കിലും പോയതായിരിക്കും. പക്ഷേ നിങ്ങളെ കാണണം എന്ന് ഭയങ്കരമായിട്ട് ഇവരാഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. ഇന്ന് ചിലപ്പോൾ സറൗണ്ട് സൗണ്ട്സ് കേൾക്കും, കാരണം മൈക്ക് ഇല്ലാത്തതുകൊണ്ട്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ് ആൻഡ് ഡെവിൾ. ഓക്കെ, ഇവിടെ ഇവർക്ക് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ആ ഡെവിൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യണേ. ക്ലാരിഫൈ ഡെവിൾ, കാരണം കിങ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലാരിഫൈ ദ ഡെവിൾ. ടെമ്പറൻസ്. ഓക്കെ, അതായത് ഇവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ സ്ട്രോങ് ആണ്. ആ തേർഡ് പാർട്ടിയുടെ നെഗറ്റിവിറ്റി ഇവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ തേർഡ് പാർട്ടിയുടെ അതായത് നെഗറ്റീവ് വൈബ്സ് ഇവർക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. നിങ്ങളോടുള്ള ഫീലിംഗ് സ്നേഹമാണ് കേട്ടോ, ഒരുപാട് സ്നേഹമാണ്. ഇവിടെ ലിബ്രക്കാർ, തുലാരാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ രാശിക്കാരും തന്നെ എടുത്തോളൂ, അവിടെ തുലാം കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് മാത്രം. അവർ വിചാരിക്കുന്ന പ്രാർത്ഥനയിലൂടെ, ഏഞ്ചൽ പ്രൊട്ടക്ഷനിലൂടെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും എന്നിവർ ഉറച്ച് വിശ്വസിക്കുന്നു. അതായത് ഇവർ ഹീലിങ്ങിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തേർഡ് പാർട്ടി അവിടെ എന്ത് തരം നെഗറ്റിവിറ്റി കൊണ്ടുവന്നാലും അവർക്കതവിടെ വിഷയമല്ല. അവർക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം ഉടനെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, പക്ഷേ അവരെന്താ ചെയ്യുന്നത്? ഹീല് ചെയ്യാണ്. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അവരുടെ ഫീലിങ്സിൽ ഒരുപാട് ഇഷ്ടമാണ്. അവർ റിലേഷൻഷിപ്പ് ഹീല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ സ്നേഹം തന്നെയാണ്. മിസ്സിങ് എനർജിയും അവിടെ കാണുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സ്. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ് ഡിവൈൻ പ്ലീസ്. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. മിസ്സിങ് അഗൈൻ, വീണ്ടും മിസ്സിങ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്സും പേജ് ഓഫ് വോൺസും, വീണ്ടും പേജാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഗ്രൂപ്പുകാർക്ക് തീർച്ചയായിട്ടും ഒരു മെസ്സേജോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, കാരണം ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, നിങ്ങളുടെ ഒരു മെസ്സേജ് കാണണം എന്നൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഭയങ്കര മിസ്സിങ് എനർജിയാണ് ഇന്ന്, കംപ്ലീറ്റ് മിസ്സിങ് എനർജിയിലാണ്. എന്താണെന്നറിയില്ല, എല്ലാ കാർഡ്സും തന്നെ മിസ്സിങ്, ഫീലിങ്സിൽ മിസ്സിങ്, ലവ് മിസ്സിങ് അങ്ങനെ തന്നെയാണ് വരുന്നത്. റീയൂണിയൻ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ ഗ്രൂപ്പുകാർക്ക് മിക്കവാറും അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവർ വറീഡാണ് നിങ്ങളെ പറ്റിയിട്ട്. നിങ്ങൾ യാതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കൂ, സോഷ്യൽ മീഡിയയിലോ വാട്സാപ്പിലോ അല്ല ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരതിനെപ്പറ്റി വറീഡാണ്. എന്താണ് അപ്ഡേറ്റ്സ് ഒന്നും വരാത്തത്, എന്താണ് മെസ്സേജസ് ഒന്നും വരാത്തത് എന്നുള്ള രീതിയിൽ അവർ കുറച്ച് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് മിക്കവാറും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ ഒരു കോള് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കോളിനോ മെസ്സേജിനോ അവർ വെയിറ്റ് ചെയ്യുകയാണ്, ഡെസ്പറേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു ടവർ മൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ ടവർ പ്ലീസ്. ക്ലാരിഫൈ ദ ടവർ പ്ലീസ്. ക്ലാരിഫൈ ദ ടവർ. ഓ, ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ ഇടയിൽ അവർ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അവർ. അതുകൊണ്ട് അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നർത്ഥമില്ല. ഓക്കെ, എന്തെങ്കിലും സീരിയസ് ആയിട്ടൊരു തടസ്സം അവിടെ കാണും. ഓക്കെ,
ചിലപ്പോൾ മൊബൈൽ പിടിച്ച് വാങ്ങിച്ച് വെച്ചിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവിടെ സ്ഥിതി. ഓക്കെ, എന്തോ ഒരു കാരണവശാൽ അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. സീരിയസ് ടവർ മൂവ്മെൻ്റ് ആണ് അവിടെ. പക്ഷേ അവർ നിങ്ങളെ പ്രതി ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളെക്കുറിച്ച് ഹൈലി ഇമോഷണലാണ്. ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്, കാരണം അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിൽ. ലവേഴ്സ് കാർഡ് വെച്ചിട്ട് അവർ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ആണ് എന്ന്. കേട്ടോ, മിഥുന രാശിക്കാർ, ജെമിനി രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനു രാശിക്കാരാണ് അടുത്തതിൽ കൂടുതലായിട്ടും. ക്ലാരിഫൈ ടെമ്പറൻസ് ഡിവൈൻ, പ്ലീസ് ക്ലാരിഫൈ ടെമ്പറൻസ്. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ്. വളരെ നല്ല എനർജീസാണ് ഇന്ന് കേട്ടോ. അവരൊരു ഹീലിങ്ങിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവർക്ക് പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രതി കേട്ടോ. അതായത് അവിടെ പ്രശ്നമുണ്ടായിരുന്നത് ഫൈനാൻസസിലായിരുന്നു. ജോലി സംബന്ധമായിട്ട് ഇവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നൊരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയിരുന്നിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു എപ്പോഴും വന്ന് നിങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അവിടെ. അവർ മാനസികമായിട്ട് അകന്നിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു അവർ പറയുന്നത് ഈ സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ലോങ് ഡിസ്റ്റൻസ് മാറി നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു പോസിറ്റീവ് ടേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഈ വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ മാറി ഒരു ഹീലിംഗ്, ഒരു ബാലൻസിൽ എത്തണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഭയങ്കരമായിട്ട് കേട്ടോ. അത് തന്നെയാണ് ഇവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, രാവും പകലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഏഞ്ചൽ ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉള്ളതായിട്ടും അവിടെ കാണുന്നുണ്ട്. അവർ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ദൈവം നിങ്ങളെ കൈവിടില്ല എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 3 ഓഫ് സ്വാർഡ്സ്. ചിലർക്കെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എക്സ് ആയിരിക്കും. ഓക്കെ, ക്ലാരിഫൈ 3 ഓഫ് സ്വാർഡ്സ്. ശബ്ദങ്ങൾ ക്ഷമിക്കുക, ഇന്ന് ഒരു നിവൃത്തിയില്ല കേട്ടോ. മൈക്ക് കേടായി പോയതുകൊണ്ട് കണ്ടോ, ജഗ്ലിംഗ് ആണ്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അങ്ങനെ എടുത്താൽ മതി. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവർക്കൊരു മേജർ ഹാർട്ട് ബ്രേക്ക്, വേദന അനുഭവിക്കാൻ അവർ. കാരണം നിങ്ങളോടുള്ള ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ്. ഇവരുടെ ഫീലിംഗ് മനസ്സിൽ അടക്കി വെക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇവർക്കവിടെ. അതുകൊണ്ട് അവർ വളരെയധികം വേദനിക്കുന്നുണ്ട്. അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് അവരുടെ ഫീലിംഗ് അവിടെ. ഇതിൻ്റെ ഒന്നും വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ സോഡിയാക്കും തന്നെ ഉണ്ട്. ബാക്കി പെൻറ്റക്കിൾസിൻ്റെ സോഡ്സിൻ്റെ ഒക്കെ ഞാൻ ഒരുമിച്ച് ലാസ്റ്റിൽ പറയാം. ക്ലാരിഫൈ 6 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 6 ഓഫ് വാൻഡ്സ്. പ്ലീസ് ക്ലാരിഫൈ 6 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 6 ഓഫ് വാൻഡ്സ്. എംപറർ. ഓക്കെ, ഇവിടെ ഇവരുടെ ഫാദർ അല്ലെങ്കിൽ ഫാദർ ഫിഗർ ആയിട്ടുള്ള ഒരാൾ മൂലം നിങ്ങൾ ഒരു ഡിസ്റ്റൻസിലായിരുന്നെങ്കിൽ അവർ നിങ്ങളെ ബലമായിട്ട് സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇവരുടെ ഈഗോ ആയിരിക്കും അവിടെ ഇഷ്യൂ കേട്ടോ. 2 രീതിയിലും ആവാം. പക്ഷേ ഒരു ഫാദർ ഫിഗറുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ തന്നെ ആയിരിക്കും. ഇവർ നിങ്ങളെക്കാളും കുറച്ച് ഏജ് ഗ്യാപ്പുള്ള ഒരാളായിരിക്കണം. ഇവരുടെ ഈഗോ പ്രശ്നം മൂലം നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാതൊക്കെ ഇരുന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരുടെ പാരൻറ്റിൻ്റെ ഇടപെടൽ മൂലം ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരുന്നിട്ടുണ്ടാവും. പക്ഷേ പാരൻറ്റിൻ്റെ ഇടപെടൽ മൂലമായാലും 2 ഇതിലായാലും ആ സിറ്റുവേഷൻ ഒന്ന് ഹീൽ ചെയ്തിട്ട് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കോണ്ടാക്റ്റുമായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച ഒരു പ്രപ്പോസലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മേട രാശിക്കാർ, ഏരീസ് രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് അതിൽ കണക്റ്റ് ആയിരിക്കുന്നു. ഓക്കെ, അതൊരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. 3 ഓഫ് വോൺസ് വന്നിട്ടുണ്ടെങ്കിൽ, 3 ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ടെങ്കിലും അവിടെ 6 ഓഫ് വോൺസിൻ്റെ എനർജിയാണ് കൂടുതലായിട്ടും നിൽക്കുന്നത്. ഓക്കെ, ഈവൺ നിങ്ങളുടെ പേഴ്സൺ ഈഗോ മൂലം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിലും അവരുടെ മനസ്സ് മാറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കും കൂടെ ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ് പ്ലീസ്.
നൈറ്റ് ഓഫ് വാൺസ് ആൻഡ് 10 ഓഫ് വാൺസ്. ഇവർക്ക് എന്തോ ഒരു തളർച്ച, എക്സോഷൻ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 10 ഓഫ് വാൺസ്. എന്ത് സിറ്റുവേഷനിലാണ് ഡിവൈൻ അവർക്ക് ഇത്രയും എക്സോഷൻ ഫീൽ ചെയ്യുന്നത്? എന്ത് സിറ്റുവേഷനിലാണ്? അതായത് ഇവരുടെ ഫീലിംഗ് ഇവർ മനസ്സിൽ അടക്കി പിടിച്ച് ഇരുന്നിട്ട് ഇവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ അടക്കി പിടിച്ച് ഇവർക്ക് അങ്ങ് തളർച്ചയായി. ഓക്കെ, ഇത് പറയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഇവർക്കിനി സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഇവരിപ്പോൾ ഹൈലി ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആണ് ഇവിടെ അല്ലേ. അപ്പോൾ ഇവർ ആലോചിക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് മറച്ച് വെക്കണ്ട, ഇനി തുറന്നങ്ങ് പറയാം എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ വന്ന് കാണും. ഓക്കെ, ഇനി ബാക്കി കപ്സിൻ്റെയും സ്പോർട്സിൻ്റെയും പെൻറ്റക്കിൾസിൻ്റെ എല്ലാ എനർജി ഞാൻ ഒരുമിച്ച് അങ്ങ് പറയാം. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ വേണമെങ്കിൽ അത് നോക്കി എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്തോളൂ. അപ്പം ഞാനിത് പറയുമ്പോൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ഞാൻ അവരുടെ മെസ്സേജസ് കൂടെ ഹാൻഡ് റിട്ടൺ ചാനലിൻ്റെ മെസ്സേജസ് കുറച്ചുകൂടെ ഞാൻ എടുത്തു തരാം. ഓക്കെ, അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, രാശികൾ പെൻറ്റക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, സ്വാട്സ് കേട്ടോ. വോൺസ് വെച്ചിട്ട് മേടം, ചിങ്ങം, ധനു, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. കപ്സിൻ്റെ എനർജി ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങൾക്കായിട്ട് ഞാൻ സോഡിയാക്ക് എങ്ങനെയാണ് നോക്കേണ്ടത്, രാശി എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഡേറ്റ്സ് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. സോഡിയാക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അവിടെ പോയി അറിയാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ചാനലിൻ്റെ മെസ്സേജസ് നമുക്ക് എടുത്ത് നോക്കാം. ഇത് ബൗളിൽ നിന്നുള്ളത് കംപ്ലീറ്റ് പുറത്തേക്കിടാം. ഇതാണ് എളുപ്പം. മിക്സിങ്ങിന് ഇതാണ് എളുപ്പം. ഡിവൈൻ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് അവർക്കായിട്ട് പറഞ്ഞു തരും. എടുക്കാണേ. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. അവർ വിചാരിക്കുന്നു നിങ്ങൾക്ക് അവരെക്കാളും ഒരു ബെറ്റർ പേഴ്സൺ കിട്ടാൻ വഴിയുണ്ടെന്ന്. കാരണം അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഐ ജസ്റ്റ് കാൺട്ട് ലവ് എനി വൺ എനി മോർ. നിങ്ങളെ അവരെ സ്നേഹിച്ചതുപോലെ അവർക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. ലവ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് വലിയ ഇഷ്ടമാണ്. യു ആർ മൈ ലക്കി ചാം. നിങ്ങൾ അവരുടെ എംപ്രസിൻ്റെ എനർജിയാണിത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ടെലിപതിക് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളെ നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ ടെലിപതിക്കായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്പേഴ്സ് 9, 18, 27. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള നമ്പർ ആയിരിക്കും. ഡിവൈൻ ടൈമിങ്. ഞാൻ പറഞ്ഞില്ല, ഹീലിങ്ങിന് വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കേണ്ടതെന്ന്. അതിൻ്റെ അണത് സമയം വരുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. യു ആർ ഡ്രൈവിങ് മീ ക്രേസി. നിങ്ങളുടെ ചിന്തകൾ കാരണം ഇവർക്ക് വട്ട് പിടിക്കുന്നു. നമ്പേഴ്സ് 1, 10. ഇതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലോ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള നമ്പർ ആയിരിക്കും. യു പ്ലീസ് ഫോർഗിവ് മീ. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നു, മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. ഐ എം വാച്ചിങ് യു ഫ്രം അഫാർ. ഇവർ ദൂരെ നിന്നും നിങ്ങളെ നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാരി മീ ഒരു പ്രപ്പോസലാണ്. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. അവർ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ഐ കാൺട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ് ഓവർ തിങ്കിങ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ജെമിനി. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ മിഥുന രാശിയായിരിക്കാം. മാരി മീ രണ്ടാമത്തെ പ്രാവശ്യം. യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ കൈകൾ അവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാറുണ്ട്. ഐ എം ജെലസ്. നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നു. ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്. ചിലർക്ക് ഒരു നല്ല വർത്തമാനം വരേണ്ട. 2 എണ്ണം കൂടെ എടുക്കാൻ മതി. ഓക്കെ. ന്യൂ ലവ്. ചിലർക്കെങ്കിലും ഒരു ന്യൂ ലവിൻ്റെ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. യു ഹാവ് ലൈറ്റ് ടു മീ.
എന്തോ നിങ്ങൾ അവരുടെ അടുത്ത് നുണ പറഞ്ഞു എന്ന് പറയുന്നു. ഒരു നെഗറ്റീവ് നോട്ടിൽ നിർത്തേണ്ട ഒരെണ്ണം കൂടി എടുക്കാം. ഓ ഈ മെസ്സേജ് വരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒന്നുകൂടെ എടുക്കാൻ തോന്നിയത്. ഐ ലവ് യു. ഓക്കെ, സന്തോഷമായില്ലേ? അതാണ്. ഓക്കെ, എൻ്റെ റീഡിങ് നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല അല്ലേ? ബിക്കോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോസിറ്റീവായിട്ടാണ് ആലോചിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനമായിരിക്കുക. ഓക്കെ, അപ്പോൾ ന്യൂ വ്യൂവേഴ്സ് ആണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്യണേ. വീക്ക്ലി ത്രൈസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാനുള്ള ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. അതേപോലെ ഫ്രൈഡേ മോർണിംഗ് 11 AM 11 o'clock നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ലൈവ് ഉണ്ട്. ഓക്കെ, മെമ്പേഴ്സ് ഓൺലി ലൈവ് നമുക്ക് ചെയ്യാം. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചോദിച്ചവർക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ലൈവ് മൺഡേ 11 കേട്ടോ. അടുത്ത ആഴ്ച നമുക്ക് 2 പ്രാവശ്യം ലൈവ് വരാം സബ്സ്ക്രൈബേഴ്സിന്. മെമ്പേഴ്സ് ഫ്രൈഡേ 11 o'clock വന്നോളൂ കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ റീഡിങ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനമായിരിക്കുക, പോസിറ്റീവായിരിക്കുക. എല്ലാം നല്ലതായി തന്നെ നടക്കുമെന്ന് വിചാരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.